ഇങ്ങനെയുള്ള ഒരു സബക്കാണ് മഹാനവറുകളുടെ ഫലകിയാത്ത് മഅഖൂലാത്ത്. ഞങ്ങളുടെ ദർസ് മാത്രം അന്ന് താജുൽ ഉലമാനടുത്ത് മാത്രമാണ് ഞങ്ങൾക്ക് ദർസുള്ളത്. വേറെ സഹായത്തിനായൊരു മുദരിസ് ഉണ്ടായിരുന്നു, അവർക്ക് ചെറിയ കിതാബുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവരുടെ തോതിയവനല്ല. എല്ലാ കിതാബുകളും താജുൽ ഉലമാന്റെ അടുത്താണ്. ഹോക്കലരീസും അതുപോലെ തന്നെ ഖുലാസത്തുൽ ഹിസാബും എല്ലാം ഓതുമ്പോൾ ഓരോ കാര്യവും ഖുലാസത്തുൽ ഹിസാബ് ഓതുമ്പോൾ എങ്ങനെ ഒരു മുദബ്ബറിനെ എങ്ങനെ അളക്കണം, എങ്ങനെയാണ് മുഹമ്മദ് സദ്ദസ് ഓരോന്നിനെയും അളക്കൽ, മുസല്ലസിനെ എങ്ങനെ അളക്കണം, അതിൽ വരക്കെന്റെ അല്ലോ ഇങ്ങനെ പറഞ്ഞു തരൂ. അത് മാത്രമേ ഫിഖ്ഹിന്റെ കിതാബ് ഓതുമ്പോൾ 2 മർഹല എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയില്ല. 2 മർഹല എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ കിതാബിൽ പറഞ്ഞ മുഴത്തിന്റെ കണക്കും ഒരു മുഴം എത്രയാണ്? 18 ഇഞ്ചാണ്. 1 ഇഞ്ച് 2.54 സെന്റിമീറ്റർ കൂട്ടിക്കണക്ക്. അങ്ങനെ കൂട്ടി അത് മരുന്നുണ്ട സമയം കഴിഞ്ഞാൽ 2 മിനിറ്റ് മഹാനായ ഖമറുൽ ഉലമ AP ഉസ്താദ് അവർ വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അങ്ങനെ ഓരോ കിതാബും അതിൻ്റെതായ ഹക്ക് പ്രകാരം ഞാൻ ദർസിൽ ചേർന്നു. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ സബക്കിൽ തയമ്മുമിന്റെ ബാബിൽ എന്തോ ഇങ്ങനെ ചർച്ച വന്നപ്പോൾ ഒരാൾ ചോദിച്ചു, താരിഖ് സലാത്തിനെ ഖത്ൽ ചെയ്തവൻ ലാമിനല്ല, ലാക്കിന്നഹു യഅ്സമു, കുറ്റക്കാരനാവും. മനസ്സിലായില്ല. നീ മുമ്പ് ഓതിയിട്ടില്ലേ? ഓതിയിരിക്കുന്നു. അത് മനസ്സിലായിട്ടില്ലേ? ഇല്ല. അങ്ങനെ പറഞ്ഞു. താരിഖു സ്വലാത്തിനെ ഖത്ൽ ചെയ്യണമെങ്കിൽ എല്ലാ നിസ്കരിക്കാത്ത ആളെയും പോയിട്ട് കൊല്ലനല്ല, ആനെ കൊല്ലാൻ പറ്റുകയില്ല. ഒരു ഇമാം, ഒരു ഖാദിന്റെ അടുക്കൽ ശരീഅത്ത് ഭരണമുണ്ടെങ്കിൽ ഖാദിന്റെ അടുക്കൽ ഇവൻ താരിഖ് സ്വലാത്താണെന്ന് സ്ഥിരപ്പെട്ടു. അങ്ങനെ കേസ് വിചാരണ എല്ലാം പൂർത്തിയായി ഖാദി ഖത്ൽ ചെയ്യണം എന്ന് വിധിച്ചതിന് ശേഷമാണ് അവനിക്ക് വെള്ളം കൊടുക്കണ്ട, നായി കൊടുക്കണമെന്ന് പറഞ്ഞത്. പിന്നെയോ ഇവിടെ ഖാദി വിധിച്ചാൽ ഖാദി ഏൽപ്പിച്ച ആളുണ്ടാവും കൊല്ലാൻ വേണ്ടി. സർക്കാർ നിശ്ചയിക്കുന്ന ആൾ അവര് കൊല്ലണം. അല്ലാത്തവരാൾ ഇവൻ കൊല്ലപ്പെടാൻ വേണ്ടി വിധിക്കപ്പെട്ടവരല്ലേ എന്ന് പോയി പറഞ്ഞാൽ അത് കൊന്നാല് അത് ശരിയല്ല. എന്താ ഇമാമിനെ ചോദ്യം ചെയ്യലാകുന്നുണ്ട്. അതാണ് പറഞ്ഞത്. താരിഖു സ്വലാത്തിനെ കൊന്നാൽ ലാമിനല്ല, ഇവൻ ഖത്ല് കൊണ്ട് വിധിക്കപ്പെട്ടവനായതുകൊണ്ട് കൊന്നവനെ കൊല്ലണമെന്ന് വിധി ഇവിടെ ഇല്ല. പക്ഷെ അവൻ ചെയ്തത് തെറ്റാണ്. ഞാനും ആദ്യമാണിത് കേൾക്കുന്നത് ഈ മസല. ഒരു 3-4 ദിവസം ആയിട്ടുള്ളൂ ഞാൻ ദർസിൽ പോയിട്ട്. ഇത് കേട്ടപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഈ ദർസ് തന്നെയാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ, ദഖീഖായ മസലകൾ എല്ലാം പറയും ഫിഖ്ഹിന്റെ കിതാബുകളിൽ. ഇനി ഞാൻ നിർത്താൻ പോവുകയാണ്. ഞാൻ ഓതിയ തസ്സൂഫിന്റെ കിതാബ് ഇഹ്യാ ഉലൂമുദ്ദീൻ ഓതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിൻഹാജുൽ ആബിദീൻ താജുൽ ഉലമാന്റെ അടുത്ത് ഓതിയത്. ഇർഷാദുൽ യാസീന് കുറെ കടുപ്പത്തിന്റെ ലഫ്ളുകളൊക്കെ ഉണ്ടാവും.
അതൊക്കെ വരുമ്പോൾ ആ ലഫ്ളിന്റെ അർത്ഥത്തിന് വേണ്ടി നമ്മൾക്ക് തിരിയുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ത്വഹഫ ഓതുമ്പോൾ അല്ലെങ്കിൽ അൽഫി ഓതുമ്പോൾ ഏതെങ്കിലും ബൈത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ ബൈത്തിൽ ആ ലഫ്ള് ഉണ്ടെങ്കിൽ ആ ബൈത്ത് എടുത്ത് പാടും. ഇല്ലേ അതിലില്ലേ, ഇല്ലെങ്കിൽ ബാനത്ത് സ്വാദിലുണ്ടെങ്കിൽ അതെടുത്ത് പാടും. അതല്ലേ പിന്നെ സബൂൽ മുഅല്ലഖാത്തിൽ എഴുതിയിരിക്കുന്ന ബൈത്തുകൾ എടുത്ത് പാടും. ആ ലഫ്ള് ഉള്ളത് അങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ സബുക്കിന്റെ ഇടയിൽ ഒരു വിശ്രമം നടന്ന് ഇരുന്ന് പറഞ്ഞ് അങ്ങനെ മലന്ന് കിടക്കും. കിടന്നിട്ട് ഇടയ്ക്കെന്തോ ഒന്ന് ഓർമ്മ അപ്പൊ പറയും അങ്ങനെ ഏകദേശം ആ ഇമ്രുൽ ഖൈസിന്റെ ആ ഖസീദ തീരും. ചെല്ലിയാൽ കുറെ നേരം ഞാൻ എന്താ ചെയ്തത്, എവിടെ സിർക്ക് വെച്ചത്, പിന്നെ അവിടെ തുടങ്ങാൻ ഇങ്ങനെ. ഇതൊക്കെ എന്താണ്, മറന്നിട്ടുണ്ടോ എന്ന് നോക്കലാണ് ഞങ്ങൾ അങ്ങനെ പറയലുണ്ട്. അത് ഉസ്താദിന് മറക്കുന്നതിനായിട്ട് അങ്ങനെ ചെയ്തതായിരിക്കും. ഇടയ്ക്കൊക്കെ വിശ്രമം കിട്ടുമ്പോഴേക്ക് എല്ലാ ഭാഗങ്ങളിലേക്കും ശ്രദ്ധയാണ്. അങ്ങനെ കിതാബിന്റെ ആഴത്തിൽ ഇറങ്ങി ഇനി ഈ ലഫ്ളുകൾ ബൈത്തുകൾ പറയൽ മാത്രമല്ല, ഇർഷാദുൽ യാഫിയിൽ വന്ന വലിയ വലിയ ഔലിയാക്കളുടെ സൂഫികളുടെ പേര് വരുമ്പോൾ അവരെ സംബന്ധിച്ചുള്ള ചെറിയൊരു വിവരണം നൽകും. അവർ ഇന്നേ കാലത്ത് ജീവിച്ചവരാണ്, അവരുടെ ഉസ്താദ് ഇന്നയാളാണ്, അവരുമായി ബന്ധപ്പെട്ടവർ ശിഷ്യനാണ് ഇന്ന ആള് എന്നൊക്കെ ചുരുങ്ങിയ നിലക്കുള്ളൊരു വിവരണം. അതിന് ചിലപ്പോൾ പറയും, എഴുതി വെക്കുന്ന ആള് നിങ്ങളാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇർഷാദുൽ യാഫി ചൊല്ലിക്കൊടുക്കും, ഒരു സഹായമാകും, ചെറിയൊരു ഹാഷിയാകും എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷെ എഴുതി വെച്ചില്ല, നഷ്ടം. അങ്ങനത്തെ വളരെയധികം ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്ന ദിവസാണ്. ജമ്മുൽ ജവാമി ഓതുമ്പോൾ ജമ്മുൽ ജവാമിയുടെ ഒരു അല്പം വായിച്ചാൽ അത് എത്ര നേരം പറയാനുണ്ടാകും. അത് തൗളീഹിൽ നിന്നും മറ്റും മറിച്ചുമൊക്കെ എടുത്ത് ഒരുപാട് വിവരിക്കാനുണ്ടാകും. മുല്ലാ ഹസൻ ചൊല്ലിക്കൊടുക്കുമ്പോൾ ഖാലിയിൽ പറഞ്ഞ കാര്യങ്ങൾ വിവരിക്കാൻ തുടങ്ങും. ഇങ്ങനെയുള്ള സബക്കായിരുന്നു. ഹിക്കം ഞാൻ അവിടെ നോക്കി കിതാബാണ്. ഹിക്കം ഇങ്ങനെ നടക്കും. ഹിക്കം വായിച്ചാൽ ആ മതന് ഹിക്കം എന്ന കിതാബ് അത് മുഴുവൻ കാണാപ്പാടമായിരുന്നു. താജുൽ ഉലമാ അലാമാത്തിൽ ഇഅ്തിമാദി അലൽ അമലി നുഖ്സാനുർ റജാ ഇൻദ വജൂദി സലൽ എന്ന് പറയുമ്പോൾ തന്നെ അത് ഹൃദയത്തിലേക്ക് ഇങ്ങനെ മുട്ടും പോലെയുണ്ട ആ ശൈലിയിൽ എന്നിട്ട് അതിന്റെ ശറഹ് വായിക്കും, അർത്ഥം ഇങ്ങനെ പറയും, ഒരുപാട് വിവരിക്കും. ഇത് ഈ യുവപ്രായത്തിലാണ് ഈ മഹാനവറുകൾ ചെയ്തത്. അങ്ങനെ ഇൽമിനോടുള്ള മഹബത്ത്, രാത്രി ഉറക്കൊഴിച്ചുകൊണ്ടുള്ള മുത്താല, പകൽ മുഴുവൻ ദർസ്, അതിനിടയ്ക്ക് ഇബാദത്ത് മുടങ്ങലില്ല. രണ്ട് കാര്യം ഇൽമും തഖ്വയും രണ്ടും സമ്മേളിച്ചു. അതാണ് ഈ ജനങ്ങളെല്ലാം കൂടുന്നത്. മിനൽ ഇൽമി വത്തഖ്വാ ഖവാലിൽ മറാഹിമി ഫബിദ്ദുദ്ദി ലാ തുശ്റാ വലാ ബിദ്ദറാഹിമി. ഇൽമും തഖ്വയും രണ്ടും സമ്മേളിച്ചാൽ അവിടുന്ന് അമൂല്യമായ സിദ്ധൌഷധങ്ങൾ കിട്ടാനുണ്ട്. അത് ദിർഹം കൊടുത്തിട്ടോ മുട്ട് കൊടുത്തിട്ടോ വാങ്ങാൻ സാധ്യമല്ല. പിന്നെയോ ആ മഹാന്മാരെ മഹബത്ത് വെക്കണം, അവരെ തുടരണം, അവർ കാണിച്ച വഴിയിൽ നാം നടക്കണം. മഹാനായ താജുൽ ഉലമ ഇവിടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന വഴി യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയാണ്. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീമാൻ ഉസ്താദ് അവർ പറഞ്ഞില്ലേ, ആ വഴി അതിനെ മുറുകെ പിടിക്കണം. അപ്പോഴേ ഈ ഇൽമും തഖ്വയും സമ്മേളിച്ച ആ സ്ഥലത്ത് നിന്ന് കിട്ടുന്ന മരുന്ന് നമ്മൾ കിട്ടുകയുള്ളൂ. മുത്തു കൊടുത്തിട്ടോ ദിർഹം കൊടുത്തിട്ടോ അത് വാങ്ങാൻ സാധ്യമല്ല. അവരുടെ ആ വഴി തുടരുക, ഇതാണ് വേണ്ടത്. ഞാൻ നിർത്തുകയാണ്. മഹാനവറുകൾ നമ്മെ പിരിഞ്ഞു. ഈ പിരിഞ്ഞു പോകുന്ന അവസരം ഉള്ള അവസ്ഥ എന്തെന്നറിയുമോ? ലവാഖിഹുൽ അൻവാർ ഖുർആനിൽ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുകയാണ്. ഞാൻ വായിച്ച ഓർമ്മ വരുന്നത് എനിക്ക്. ചില ആളുകൾക്ക്, നല്ല ആളുകൾക്ക്
തന്നെ വയസ്സാകുമ്പോൾ ആരോഗ്യം കുറഞ്ഞ് കുറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനും സാധിക്കുന്നില്ല, ജനങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, ഭക്ഷണത്തോട് താല്പര്യമില്ല. ഈ അവസ്ഥ എന്തുകൊണ്ടുണ്ടാകുന്നു? ഇമാം അബ്ദുൽ വഹാബ് ശറാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അത് ആ മഹാന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുപ്പിക്കുകയാണ്. അവർക്ക് ഈ ദുനിയാവ് മടുക്കുന്നു, ദുനിയാവ് മടുത്ത് ഭക്ഷണത്തോട് താല്പര്യമില്ല, ജനങ്ങളോട് താല്പര്യമില്ല, അല്ലാഹുമായുള്ള ബന്ധമാണ്. ആ ബന്ധത്തോടുകൂടെ ഈ ദുനിയാവിന്റെ എല്ലാ അവസ്ഥയും അവരുടെ ഹൃദയത്തിൽ അല്ലാഹു തആല അകറ്റിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അടുപ്പിക്കുകയാണ്. അതാണ് ഭക്ഷണത്തോട് താല്പര്യമില്ല, ജനങ്ങളോടും താല്പര്യമില്ല, ആരും വേണ്ട, ഒന്ന് അങ്ങോട്ട് പോയാൽ മതി. 2 വർഷങ്ങൾക്ക് മുമ്പ് കുമ്പളക്കടുത്തത് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കല്യാണത്തിന് പോവുകയുണ്ടായി മഹാനായ താജുൽ ഉലമാ അവറുകൾ. താജുൽ ഉലമാക്ക് അപ്പോൾ തന്നെ പോകാനും വരാനുള്ള വലിയ ആരോഗ്യമില്ല. വളരെയധികം നിർബന്ധം പിടിച്ച് പുതിയാപ്പിള ക്ഷണിച്ചതാണ്. താജുൽ ഉലമ ആ സദസ്സിൽ ഉണ്ടാവണം, നിക്കാഹിന്റെ മജ്‌ലിസിൽ തന്നെ ഇരിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും എന്റെ വീട്ടിൽ ഇരുന്നാൽ മതി, നിക്കാഹ് കഴിച്ചില്ലെങ്കിലും വായിരുന്നില്ലെങ്കിലും താജുൽ ഉലമ വേണം എന്ന് നിർബന്ധം പിടിച്ച് ബഹുമാനപ്പെട്ടവരെ ക്ഷണിച്ചുകൊണ്ടുവന്നതാണ്. അങ്ങനെ നിക്കാഹിന്റെ ഒരുക്കത്തിലാണ് വീട്ടുകാർ. ആ സമയത്ത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ആ വീട്ടിൽ ഒരു റൂമിലിരിക്കുകയായിരുന്നു. ഞാൻ അവിടെയുണ്ട്, ഒരു ഖാദിബനെ പോലെ ഞാൻ നിന്ന് ഖിദ്മത്തിന് അവിടെ ആൾ ആവശ്യമില്ലെങ്കിലും ഞാൻ ഇങ്ങനെ താജുൽ ഉലമയെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ആരെയും കാണാത്തൊരവസ്ഥയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് അവർ പറയുന്നതായി കേൾക്കുന്നു, സഇൻതു തകാലിഫൽ ഹയാതി വമൻ യഇശ് സമാനീന ആമല്ലാ അബാലക യസ്അമി وأعلام ما في اللوم واللمس قبله ولكنني عن علم ما في غدي عمي. ഇത് പാടുകയാണ്. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എന്റെ മുഖം നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ച് പറയുന്നു, ഇപ്പൊ ഇങ്ങനെയുള്ള ബൈത്തുകളൊക്കെയാണ്. എന്താ? സഇൻതു തകാലിഫൽ ഹയാത്തി വമൻ യഇശ് സമാനീന ആമൻ ലാ അബാലക യസ്അമി. സുഹൈർ പണ്ട് പാടിയ ബൈത്താണ്, സുബുൽ മുഅല്ലഖാത്തിലുള്ള. ഈ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ മടുത്തുപോയി, എനിക്ക് ഈ ദുനിയാവ് മടുത്തുപോയി. 80 കൊല്ലം ഒരു മനുഷ്യൻ ജീവിച്ചാൽ അവൻ മടുക്കുകയില്ലേ? وَعَلَامُ مَا فِي الْيَوْمِ وَاللَّمْسِ قَبْلَهُ وَلَكِنَّنِي عَنْ عِلْمِ مَا فِي غَدِ أَمِي. കഴിഞ്ഞ കാലത്തിലെ അനുഭവം അതെനിക്കുണ്ട്. ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷേ വരാൻ പോകുന്നത് എന്താണ് ഞാൻ അറിയില്ല. എന്താണ് വരാനുള്ളത് ഞാൻ അറിയില്ല. ഈ ബൈത്ത് തനിച്ച് ഇരുന്നും കൊണ്ട് ചെല്ലുകയാണ്. സഇൻതു തകാലിഫൽ ഹയാത്തി വമൻ യഇശ് സമാനീന ഹൗലൻ ലാ അബാലക യസ്അമി وأعلام ما في اليوم واللمس قبله ولكنني عن علم ما في غد عمي. അങ്ങനെ ഈ ദുനിയാവനം അടുത്തുമുണ്ട്, അല്ലാഹുവിലേക്ക് അടുത്തുമുണ്ട്, അല്ലാഹുവിന്റെ ലിഖാ ആഗ്രഹിച്ചുമുണ്ട് വഫാത്തായവരാണ് മഹാനായ താജുൽ ഉലമാ. എല്ലാവരും ഇതോർത്തുമുണ്ട്. ആ താജുൽ ഉലമ ഇവിടെ കാണിച്ചെന്ന വഴി നാം എല്ലാവരും സ്വീകരിച്ച് നടത്തിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.